ഖത്തറിൽ നിന്നും സ്വർണം കടത്താൻ ശ്രമിച്ച 8 പേർ അറസ്റ്റിൽ. സ്വർണവുമായി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി പുറത്തു കടക്കാൻ ശ്രമിച്ചവരെയാണ് പിടികൂടിയത്. അതോടൊപ്പം മൈക്രോസോഫ്റ്റ് സാങ്കേതിക തകരാർ ഇതുവരെ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ലെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള ചില വിമാനങ്ങൾ വൈകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ ഖത്തറിൽ നിന്ന് ഫൈസൽ ഹംസ നൽകും. അനീഷ, ഖത്തറിൽ നിന്നും സ്വർണം കടത്താൻ ശ്രമിച്ച 8 പേർ പിടിയിലായിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് ഇന്ന് പ്രധാനമായും പങ്കുവെക്കാനുള്ളത്. ഖത്തർ ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെച്ചത്. ആഭ്യന്തര മന്ത്രാലയം അതിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇവരെ പിടികൂടുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമദ് വിമാനത്താവളം വഴി കടക്കാനായിരുന്നു ഇവരുടെ ശ്രമം. ഹമദ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരിൽ നിന്നും സ്വർണം പിടികൂടുന്നത്. സ്വർണം മാത്രമല്ല, മൊബൈൽ ഫോൺ അടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഏത് രാജ്യക്കാരാണ് പിടിയിലായവർ എന്നുള്ള കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൈക്രോസോഫ്റ്റ് സാങ്കേതിക തകരാറുമായി ബന്ധപ്പെട്ട് വിമാന സർവീസുകൾ തകരാറിലായിട്ടുണ്ട്. ഖത്തറിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ ഇതുവരെ ഖത്തർ എയർവേസിന്റെ വിമാനങ്ങൾ ഒന്നും വൈകുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഖത്തർ എയർവേസ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള യാത്രക്കാർ ശ്രദ്ധിക്കണം, നിരന്തരമായി ഫോളോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ചില വിമാനങ്ങളെങ്കിലും വൈകിയേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ അത് വൈകും എന്ന് പറയുന്നില്ല, ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഖത്തർ എയർവേസ് അറിയിച്ചിരിക്കുന്നത്. ഹമദ് വിമാനത്താവളത്തിൽ നിന്നുള്ള ഖത്തർ എയർവേസിന്റെയും അതോടൊപ്പം തന്നെ മറ്റു വിമാനങ്ങളുടെയും സർവീസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കേരളത്തിലേക്കുള്ള സർവീസുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കണ്ണൂരിലേക്കും അതോടൊപ്പം കൊച്ചിയിലേക്കുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ വൈകുന്നുണ്ട്. 2 മണിക്കൂർ വരെയാണ് വൈകുന്നത്. ഇന്നിനി പുറപ്പെടാനുള്ള 2 വിമാനങ്ങളാണ് അത്. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലുള്ള ഒരു സാഹചര്യം നമുക്കറിയാം. അത് ഒരുപക്ഷെ മൈക്രോസോഫ്റ്റ് തകരാറ് തന്നെയാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഇത് സംബന്ധിച്ച് ഇതേവരെ ഒരു വ്യക്തതയും വരുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സാധാരണഗതിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുന്നത് പോലെയുള്ള ഒരു വൈകലും ഇതാവാം എന്നുള്ള അതിനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇനി പുറപ്പെടാനുള്ള 2 വിമാനങ്ങൾ 2 മണിക്കൂർ വരെ വൈകും എന്നുള്ളതാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിന്നുള്ള ലഭ്യമായ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അനീഷ.